ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഡാമും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. ഗൈസ്, നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഈ സ്പോട്ടിൻ്റെ പേര് ആലഞ്ചൂർ എന്ന്, പക്ഷേ ഇത് കൂടുതലായിട്ട് അറിയപ്പെടുന്ന ചിറ്റാർ ഡാം 2 ആണ്. സോ ഇതിൻ്റെ ചിറ്റാർ ഡാം 1 വന്നിട്ട് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ്. നമുക്ക് ഈ ചിറ്റാർ ഡാം 2ൻ്റെ എക്സ്പ്ലോർ ഒന്ന് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ക്ലോസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് പോകാൻ നമുക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് വഴി പോയി നമുക്ക് ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒന്ന് വരാം. ഗൈസ്, ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ ഫുൾ മലയും കാടും നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ എത്ര വെയിലടിച്ചാലും നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ട ചേട്ടന്മാർ വൈകുന്നേരമായി ഇവിടെ വോളിബോൾ എല്ലാം കളിക്കും. ബട്ട് നല്ല സ്പോട്ടാണ് ഈ സ്ഥലം. ഗൈസ്, ഇത് അവിടെ 2 മല കണ്ടോ? സോ അവിടെ 2 മല, ഒന്ന് കാളിമല, ഒന്ന് കുരിശുമല. അത് തെക്കൻ കുരിശുമല എന്ന് പറയും. സോ അത് ഇവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉത്സവം വരുന്നത്. സോ ആ കാളിമലയ്ക്ക് നമ്മൾ തമിഴ്നാട് വഴി പോകണം. തെക്കൻ കുരിശുമലയ്ക്ക് കേരള ബോർഡർ വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കിനി അകത്തോട്ട് പോയി ബാക്കി സീനറിയൊക്കെ കണ്ടിട്ട് വരാം. ഗൈസ്, അവിടെ കണ്ട, അതാണ് ഡാമിൻ്റെ ഷട്ടർ. ഇവിടെ ദൈവഭാഗ്യം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറിൻ്റെ താഴെ നിറയെ വെള്ളമുണ്ട്. ഇല്ലെങ്കിൽ ആ വെള്ളമെല്ലാം ഈ കരൻ്റെ ഇപ്പുറത്ത് ആ സൈഡാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം മഴ സീസൺ ആയിട്ട് നിറയെ വെള്ളമുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ ഇവിടെയാണ് ചേട്ടന്മാരും ഒക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്. നല്ലൊരു രസമായിരിക്കും ക്രിക്കറ്റ് കളിക്കാൻ ഇവിടെ. ഗൈസ്, ഈ സ്ഥലമാണ്. ഈ ടിക്ടോക്ക് എല്ലാം ഉള്ള സമയത്ത് ഈ സ്ഥലത്ത് നിന്ന് നിറയെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ അങ്ങനെ ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്. ഗൈസ്, ഇവിടെ ഒരു പാർക്കുണ്ട്. സോ അത് നമുക്ക് പാർക്കിനകത്ത് നോക്കാം. ഇവിടെ കൊറോണ ആയ മെയിൻ്റെനൻസ് ഉള്ളത് മൊത്തം കാട് പിടിച്ചെടുക്കാം. അകത്ത് പോകാനേ പേടിയാ. നമുക്ക് ലൈറ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, ഇവിടെ മൊത്തം കാടാണ്. അകത്ത് പോകാനേ നമുക്ക് പേടി. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും പോകണ്ട. നമുക്ക് വെളിയിലോട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, ഈ സ്ഥലത്താണ് രാവിലെ നിറയെ പേര് ജോഗിങ്ങിനും എക്സസൈസിനൊക്കെ വരുന്നത്. മിലിറ്ററി സെലക്ഷൻ്റെ സമയത്ത് ഇവിടെ നിറയെ പേര് എക്സസൈസിനും ജോഗിങ്ങിനും ഒക്കെ വരും. ഇവിടെ നിറയെ ആ എൻഡിൽ ഇവിടെ നിറയെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ജയറാമിൻ്റെ മാളൂട്ടി സിനിമയിലെ ക്ലൈമാക്സിന് ആ കൊച്ചു കുഴിക്കകത്ത് വരുന്ന സീനും ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ് ചെയ്തത്. അത് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ IG സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ ഈ സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ വന്നിറങ്ങിയ ആ എൻട്രൻസ് ഗേറ്റ്, ആ സ്ഥലത്തിൻ്റെ പേര് ആലഞ്ചോല. ഈ സ്ഥലത്തിൻ്റെ പേര് ശിവലോകമാണ്. ഈ 2 സ്ഥലത്തിന് കണക്ഷനാണ് ഈ റോഡ്. നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ശിവലോകം എന്ന സ്ഥലത്ത് ഒരു 1 കിലോമീറ്ററിലൊക്കെ പോകും. അത് നമ്മൾ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ പോകേണ്ടി വരും. ഇത് ആ സൈഡ് കണ്ട, ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി കല്ലിനാണ്. പൃഥ്വിരാജിൻ്റെ കോൾഡ് കേസ്, അത് ഒരു പുതിയ ചലച്ചിത്രം ഇതുവരെ തിയേറ്റർ റിലീസ് ആയില്ല. ആ സിനിമയുടെ ഷൂട്ടിങ്ങും അവിടെയാണ് നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ശിവലോകം. ആ ശിവലോകത്ത് ഒരു വലിയ റിസോർട്ട്, നല്ല വലിയ അറിയപ്പെടുന്ന റിസോർട്ടാണ് അനന്ത്യ റിസോർട്ട് എന്ന റിസോർട്ടിൻ്റെ പേര്. കേരള തമിഴ്നാടിൻ്റെ ബോർഡർ ഇടയ്ക്കാണ് ആ റിസോർട്ട് ഉള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആരെയും വന്നാൽ ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഈ കന്യാകുമാരി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. നേരത്തെ പറഞ്ഞ ശിവലോകം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കണം. ഈ വെയിലത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.